ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി പാസ്സായി ജോലി കിട്ടാൻ എത്ര മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കണം? ആ ഒരു മാർക്കിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ് നിങ്ങൾ ഓരോ സബ്ജക്ട്സിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്? കൂടാതെ പ്രീവിയസ് ഇയർ കട്ട് ഓഫുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പണ്ടത്തെ മുൻ വർഷങ്ങളിലെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ഞാൻ ഇത്ര മാർക്കിന് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്, അതായത് എനിക്ക് ഇന്ന കാറ്റഗറി പെട്ട ആളാണ്, അപ്പോൾ ഏകദേശം ഈ ഒരു മാർക്ക് സ്കോർ ചെയ്താൽ മതിയാവും, എനിക്ക് ജോലി ഉറപ്പിക്കാനായിട്ട് പറ്റും. ഈ ഒരു മുൻധാരണയോട് കൂടി നമ്മൾ ആക്ച്വലി വാങ്ങിക്കേണ്ട സ്കോറിനേക്കാളും ഒരു പടി കുറച്ചിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾക്കൊരു എക്സാമിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു സമയത്ത് സംഭവിക്കാം. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് വരാം, നോർമലൈസേഷൻ വഴി സ്കോർ കൂടാം കുറയാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു എക്സാമിന്റെ ആ ഒരു ഘട്ടത്തിൽ നടക്കും. ഇതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ആക്കിയെന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ വീഡിയോസിന്റെ താഴെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എപ്പോഴും ഗ്രൂപ്പ് ഡിയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമന്റ് കാണാം, സാർ ഇത്ര മാർക്ക് കിട്ടി, 55 മാർക്ക് കിട്ടി സേഫ് ആണ്, അല്ലെങ്കിൽ 60 മാർക്ക് കിട്ടി സേഫ് ആണോ സാർ, ജസ്റ്റിന് പോകുമെന്ന് തോന്നുന്നു. ഇതിൽ പല കമന്റുകളിൽ കാണുന്ന സ്കോറുകളും ജസ്റ്റിനൊക്കെയാണ് പോയിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? അവർ എക്സാക്ട്ലി വേണ്ട ഒരു സ്കോറിന് വേണ്ടിയിട്ടായിരുന്നില്ല അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് അവർ പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് ഒരു 55 മാർക്ക് വാങ്ങിച്ചാൽ മതി, എനിക്ക് 60 മാർക്ക് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലെവലിൽ നിന്നോട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ആ പഠിക്കുന്നതിനേക്കാളും താഴെയുള്ള സ്കോർ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ കട്ട് ഓഫ് ജസ്റ്റിന് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പണ്ടത്തെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആണ് ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ചണ്ഡീഗഡിലെ കട്ട് ഓഫ് നോക്കിയടാ, ജനറൽ വിഭാഗത്തിന് 70 മാർക്കാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒ ബി സിക്ക് 64 വന്നിട്ടുണ്ട്, ഇ ഡബ്ല്യുസിന് 57, എസ് സിക്ക് ആണെങ്കിൽ 60, എസ് ടിക്ക് ആണെങ്കിൽ 50 ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സോണുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എന്താണ്, നമ്മുടെ ഇപ്പോൾ ചെന്നൈ എടുക്കാന്ന് വിചാരിക്കുക, ചെന്നൈ ആണെന്ന് നോക്കി കഴിഞ്ഞാൽ 60 കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. അപ്പൊ നോക്കാം, ചണ്ഡീഗഡിൽ 70 വന്നു, ചെന്നൈയിൽ 60 വന്നു. ഇപ്പോൾ ഈ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് കാണുന്ന ഒരാൾ വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ ഞാൻ ചെന്നൈ ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്, അപ്പൊ ഞാൻ ഒരു 60 മാർക്ക് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഈ പ്രാവശ്യത്തെ ഗ്രൂപ്പ് ഡി പഠിച്ച് പാസ്സായി. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മക്കളെ പെട്ടുപോകും. ഉള്ള കാര്യം പറയാലോ, ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ പല സോണുകളിലും പല പല കട്ട് ഓഫ് വരുന്നതിന്റെ കാരണം ഒരു സോണിലെ കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്, ആ സോണിലെ വേക്കൻസീസ്, എന്തുമാത്രം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, ആ ഒരു സോണിലേക്കുള്ള എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ, അതുപോലെ തന്നെ നോർമലൈസേഷൻ, കാറ്റഗറി വൈസ് റിസർവേഷൻ, ഓരോ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലി നമ്മുടെ ഒരു കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുന്നത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ വർഷം ചണ്ഡീഗഡിലുള്ള വേക്കൻസി ആയിരിക്കണമെന്നില്ല അടുത്ത വർഷം, ഈ വർഷം ചെന്നൈയിലുള്ള വേക്കൻസി ആയിരിക്കണമെന്നില്ല അതിന്റെ അടുത്ത വർഷം, അതുപോലെ തന്നെ നോർമലൈസേഷൻ, എത്ര പേര് അപ്ലൈ ചെയ്യുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് എനിക്ക് 60 മാർക്ക് മേടിച്ചു ഞാൻ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. ഇപ്പൊ ഞാൻ പറയാം എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതായത് ഗ്രൂപ്പ് ഡി സേഫ് ആയിട്ട് ഒരു സേഫ് സ്കോറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കണമെന്ന്. ഇപ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ സിലബസിൽ എന്തൊക്കെയുണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത്രയും അല്ലേ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. ഇതിൽ ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതുപോലെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഡി ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ ഈ ജനറൽ സയൻസിലേക്ക് തന്നെ എടുക്കാം. ഇപ്പോൾ ജനറൽ സയൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ 25ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 25 മാർക്കാണുള്ളത്. ഇവിടെ നിങ്ങൾ എക്സാമിന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, 1ഓ 2ഓ അല്ലെങ്കിൽ 3ഓ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ടഫ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് വിചാരിക്കുക. സോ സയൻസിൽ നിങ്ങൾ എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്കോർ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 20 മുതൽ ഒരു 21 അല്ലെങ്കിൽ 22 മാർക്കൊക്കെ സയൻസിന് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്താണ് അതൊരു അടിപൊളി കാര്യമാണ്. കാരണം സയൻസ് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ GK പോലെ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമല്ല സയൻസ് സബ്ജക്റ്റുകൾ. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒന്ന് ബേസിക് ആയിട്ടുള്ള NCERT കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയാൽ തന്നെ നല്ലൊരു സ്കോർ സയൻസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ 20 മുതൽ 22 ക്വസ്റ്റ്യൻസ് വരെ ശരിയാക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ സയൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇനി മാത്തമാറ്റിക്സിലേക്ക് കിടക്കാം. മാത്തമാറ്റിക്സിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്കൊരു 20+, അതായത് 25 നമുക്ക് ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റില്ല, എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം, ഒരു 23, 24 ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാം. ഇതിലൊരു 20 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു സ്കോറാണ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കുക. ഇനി ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 റീസണിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിലൊരു 25+ എങ്കിലും എന്താണ് ശരിയാക്കിയിരിക്കണം. ഒരു 25+ ഒക്കെ ശരിയാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. നിങ്ങൾക്ക് ഇത് പറ്റാത്ത കാര്യമല്ല 25+ ഒക്കെ ഒന്ന് ശരിയാക്കിയിരിക്കുക. ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ പെടാനായിട്ട് പോകുന്നത്. ഈ സബ്ജക്റ്റിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും,
അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുക. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മളൊരു 10 to 15 മാർക്സ് GK ആൻഡ് കറണ്ട് അഫയറിൽ നിന്ന് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 10 മാർക്കോളം കറണ്ട് അഫയറിൽ നിന്ന് ചോദ്യം ചെയ്തു, മറ്റ് GKയുടെ ബേസിക്സ് കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി ഒരു 5 മാർക്ക്, ഒരു 15 മാർക്കൊക്കെ GK എന്ന് കൂടി കിട്ടിയെന്ന് വിചാരിക്കുക. സെറ്റാണ്. നമുക്ക് എങ്ങനെ പോയാലും എന്താണ് ഒരു 75+ സ്കോർ ഈസിലി എല്ലാ നെഗറ്റീവ് മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് റോ മാർക്കായിട്ട് ഒരു 75+ നമുക്ക് അടിക്കാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതെന്ന് അറിയാമോ? മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഒറ്റ പരിപാടിയോളം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അതായത് നമ്മുടെ പഠനം എന്നാരംഭിച്ചോ നമ്മൾ പഠനത്തിനോടൊപ്പം തന്നെ റിവിഷനും മോക്ക് ടെസ്റ്റുകളും നമ്മുടെ ഒരു ശീലമാക്കുക. ഇപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയണമെന്നില്ല, എന്നാൽ പോലും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എക്സാമിന്റെ ലാസ്റ്റ് ടൈം, അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതായത് ഏകദേശം ഒന്ന് സെറ്റ് ആയതിനു ശേഷം റിവിഷനും മോക്ക് ടെസ്റ്റുകൾക്കും വേണ്ടി തന്നെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം ഡെഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റ് വെച്ച് അങ്ങ് എടുക്കുക. ഓരോ മോക്ക് ടെസ്റ്റുകൾക്ക് നിങ്ങൾ ഉറപ്പുവരുത്തുക ഒരു 75+ കിട്ടുന്നുണ്ടോ, സെറ്റാണ്, നിങ്ങൾ ട്രാക്കിലാണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ സെക്ഷൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ജനറൽ സയൻസിന് എനിക്ക് ഒരു 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 21 ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കാൻ പറ്റുന്നുണ്ട്. മാത്തമാറ്റിക്സ് ഒരു 20-21 ക്വസ്റ്റ്യനൊക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ചെയ്യുന്ന ഒരു 25+ ഒക്കെ സെറ്റ് ആകുന്നുണ്ട്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഒരു 10 to 15 ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു 10 to 15 ഇടയിൽ കിട്ടുന്നുണ്ട്. സെറ്റ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 75+ നിങ്ങൾ ഈസിലി അടിക്കാൻ പറ്റും. ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുത്ത് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഗ്രൂപ്പ് ഡി പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കരുത്. ഈ ഒരു രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റ് എടുത്ത് പഠിക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിൽ ശരി, വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടയിൽ കയറ്റാറുണ്ട്. അപ്പോൾ വളരെ ടഫ് ആയിട്ടാണ് ഇനി ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 65+ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് റിയൽ എക്സാമിനും ചിലപ്പോൾ ആ 65+ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു എക്സാമിന്റെ ഡിഫിക്കൽട്ടി ബേസ് ചെയ്തെന്തായിരിക്കും ആ എക്സാമിന്റെ നോർമലൈസേഷൻ സ്കോർ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നോർമലൈസേഷന് ശേഷം നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു 65+ നേടിയവനും 75+ നേടിയവനും എന്താണ് ഏകദേശം ഈക്വൽ ആയിട്ടായിരിക്കും പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി നമുക്ക് ഡിഫിക്കൽട്ട് ആണോ, ബാക്കിയുള്ളവർക്ക് ഡിഫിക്കൽട്ട് ആണോ? അപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഒരു 75+ ഒരു നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറിന് സ്കോർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ റിയൽ എക്സാമിന് ഒരു 65+ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും എന്താണ് അത് ഈക്വലന്റ് ടു ഒരു 75+ ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സ്കോർ മാത്രം നമ്മൾ നോക്കാം. നമ്മൾ ഈ ഒരു സ്കോറിംഗിൽ പക്കയായിട്ട് ഫോക്കസ് ചെയ്യുക. ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അതല്ലാതെ വലിച്ചു വാരി സിലബസിലുള്ളത് മുഴുവൻ പഠിക്കാൻ നിൽക്കരുത്. എസ്പെഷ്യലി GK സബ്ജക്റ്റുകളും സയൻസ് സബ്ജക്റ്റുകളൊക്കെ വേണ്ട സാധനങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കാനായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു അഗ്നി ബാച്ച് സൂപ്പർ നോട്ട്സിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രീ മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിലെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ടുകളും അതുപോലെ തന്നെ പക്ക ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. നിങ്ങൾ തന്നെ കയറി ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി എന്താണ്, നോട്ട്സിന്റെ ക്വാളിറ്റി എന്താണ്. ഇതൊക്കെ കണ്ടൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതിയാവും. അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഫ്രീ മെന്റർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് സകല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് വൈകിട്ട് 6 മണിയുടെ ലൈവ് അടക്കം ഫ്രീ ആയിട്ടുള്ള കണ്ടന്റും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രീ മെറ്റീരിയൽസിന് നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വിട്ടോ. നമ്മുടെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്തോ. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കിടക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മസ്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോടാ. ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല. നമുക്ക് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും എന്തായാലും പരീക്ഷ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അധികം സമയം കളയാനില്ല. മാക്സിമം നേരത്തെ പഠിപ്പിച്ച് തീർക്കുക. അതാണ് നമ്മുടെ ഒരു രീതി. ഒരു 3 മന്ത് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ സിലബസ് പ്രയോറിറ്റൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, റിവിഷനും മോക്ക് ടെസ്റ്റുകളാണ്. ഈ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ എന്താണ് എപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുക. ഓരോ സെക്ഷനിൽ നിന്ന് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, ഒരു 75+ എനിക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾ സെറ്റാണ്, അടിപൊളിയായിട്ട് ഫുൾ കോൺഫിഡൻസിൽ പോയി എക്സാം എഴുതാം. അപ്പോൾ ഈ രീതിക്ക് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോട്ടെ. എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും വിളിച്ചോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.